അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഓൾറെഡി ഗ്രാം പോസിറ്റീവ് കോക്കി ജീനസ് സ്റ്റഫൈലോകോക്കസ് ജീനസ് സ്ട്രെപ്റ്റോകോക്കസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ഗ്രാം നെഗറ്റീവ് കോക്കി നെസേറിയ മെനഞ്ചൈറ്റിസ് നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഇന്ന് ആ ഒരു നെസേറിയ ഗൊണോറിയ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ വൈറസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഏതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഡെങ്കു വൈറസ് ആണ്. എന്നിട്ട് നമുക്ക് HIV വൈറസ്, ഡെങ്കു വൈറസിന്റെ ലാബ് ഡയഗ്നോസിസും അതുപോലെ ഡെങ്കു വൈറസും എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതും കൂടെ നോക്കാം. പ്രീവിയസ് ഇയറിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പൊ നമ്മൾ സ്റ്റഫൈലോകോക്കസ് ഓറസ്, സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിസ്, സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് എല്ലാം പഠിച്ചു. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ തരാം. ഓക്കെ, ആൻഡ് നമ്മൾ പിന്നെ സ്ട്രെപ്റ്റോകോക്കെ പഠിച്ചു. ആൽഫ, ബീറ്റ, ഹീമ, ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല മഴയാണ് ഗൈസ്. അവിടെ നിങ്ങളുടെ അടുത്ത് മഴയുണ്ടോ? ഓക്കെ, അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, എൻട്രോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, ഓക്കെ, പിന്നെ പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കസ് പഠിച്ചു. പിന്നെ നെസേറിയനെ പറ്റി പഠിച്ചു. അപ്പോൾ നമുക്ക് നെസേറിയനെ പറ്റി ഒന്ന് റിവൈസ് ചെയ്യും, കാരണം റിവൈസ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ എന്താണ്? ഇതൊരു ഗ്രാം നെഗറ്റീവ് കോക്കയാണ്. ആൻഡ് ഇത് പെയർഡ് കിഡ്നി ബീൻസ്, ഇതുപോലെ ഒരു പെയർഡ് കിഡ്നി ബീൻസിന്റെ ഒരു ഷേപ്പ് ആണുള്ളത്. ആൻഡ് ഇൻഹിബിറ്റഡ് ബൈ, ഇത് എന്തുകൊണ്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നു? ടോക്സിക് ട്രേസ് മെറ്റൽസ്, ഫാറ്റി ആസിഡ്, അതായത് കൾച്ചർ മീഡിയയിലുള്ള ഫാറ്റി ആസിഡ്, പിന്നെ ചോക്ലേറ്റ് അഗറിൽ നമുക്ക് എന്താണ് കൾച്ചർ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ നെസേറിയ ഗൊണോറിയ, നെസേറിയ മെനഞ്ചൈറ്റിഡിസ് നോക്കി. അപ്പൊ നെസേറിയ മെനഞ്ചൈറ്റിഡിസിന്റെ വേറൊരു പേരെന്താണ്? മെനിഞ്ചോ കോക്കെ. വേറൊരു പേരെന്താണ്? നെസേറിയ മെനഞ്ചൈറ്റിഡിസിന്റെ വേറൊരു പേര് മെനിഞ്ചോ കോക്കയാണ്. അപ്പൊ അതിന്റെ ഡിസീസസ് വരുന്നത് ഏതൊക്കെയാണ്? മെനിഞ്ചോ കോക്കീമിയ, പിന്നെ മെനഞ്ചൈറ്റിസ്. രണ്ട് ഡിസീസാണ്. ഇതാണ് മെനഞ്ചൈറ്റിസ്, ഇതാണ് മെനിഞ്ചോ കോക്കീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നോക്കി കഴിയുമ്പോൾ അതിന് പോളിസാക്കറൈഡ് ക്യാപ്സ്യൂൾ ആണുള്ളത്. ആന്റി ഫാഗോസൈറ്റോട്ടിക് ആണ്. ഇതുവഴിയാണ് അതിന് വിറുലൻസ്, അപകടകരമായിട്ടുള്ള ആ ഒരു മോഷൻ അതിനിങ്ങനെ എന്താ പറയുക, ഡിസീസ് കോസ് ചെയ്യാൻ വേണ്ടി മാക്സിമം, അപ്പൊ ഡിസീസ് കോസ് ചെയ്യാൻ വേണ്ടി അത്രയും അതിനെ ആ ഒരു ഇതിലാക്കും. പിന്നെ അത് 13 സെറോളജി ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് A, B, C, Y. അത് പെട്ടെന്നുള്ള ഒരു റിവ്യൂ ആണ്. ഗ്രൂപ്പ് A എന്ന് പറയുന്നത് എപ്പിഡമിക് മെനഞ്ചൈറ്റിസ് ആണ്. ഗ്രൂപ്പ് B ഇമ്മ്യൂണോജനിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇതൊരു ഇമ്മ്യൂണോജൻ, അതായത് വാക്സിൻസിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയുള്ളതാണ് അതിന്റെ പാത്തോജനസിസ്, അതുപോലെ തന്നെ എപ്പിഡമോളജി എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൺ എന്ന് പറയുന്നതാണ് മെനഞ്ചൈറ്റിഡിസിന്റെ ഒൺലി നാച്ചുറൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്തുവഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എയർബോൺ ഡ്രോപ്ലെറ്റ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നാസോ ഫാരിങ്സ്, നമുക്കറിയാം നാസോ ഫാരിങ്സ്, നമുക്ക് 3 ടൈപ്പ് ഫാരിങ്സ് ഉണ്ട്: നാസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ് ആൻഡ് ഫാരിഞ്ചോ ഫാരിങ്സ്. അപ്പൊ അതിൽ നാസോ ഫാരിങ്സ്, അവിടെയാണ് ഇത് നോർമൽ ആയിട്ട് കാണപ്പെടുന്നത്. ഐ മീൻ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ. ആൻഡ് കാരിയേഴ്സ് ആർ യൂഷ്വലി അസിംപ്റ്റമാറ്റിക്, അതായത് കാരിയേഴ്സ് യൂഷ്വലി എന്താണ്? അസിംപ്റ്റമാറ്റിക് ആണ്. അതുപോലെ തന്നെ ബ്ലഡ് സ്ട്രീം, നമുക്കറിയാം നാസോഫാരിങ്സിൽ നാച്ചുറൽ ആയിട്ടുള്ളതായിരുന്നല്ലോ. അതിങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താൽ ഇതിന്റെ കൊളനൈസേഷൻ കൂടി, അതായത് ഇതിന്റെ ഗ്രോത്ത് കൂടി ബ്ലഡിൽ വഴി അത് പല സ്ഥലത്തും എത്തും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെയിൻ ആയിട്ട് മെനിഞ്ചസ്, ബ്രെയിനിൽ, അതുപോലെ ജോയിൻസിൽ, പിന്നെ എൻറ്റയർ ബോഡി, അതിലാണ് മെനിഞ്ചോ കോക്കീമിയ എന്ന് പറയുന്നത്. ആൻഡ് 5% ഓഫ് ആളുകൾ ക്യാരിയർ ആയിട്ട്, അതായത് സ്പ്രെഡ് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക്, അതായത് ഹ്യൂമൻസ് ടു ഹ്യൂമൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ അതിന്റെ 4 വിറുലൻസ് ഫാക്ടർ ഏതൊക്കെയാണ്? പോളിസാക്കറൈഡ് ക്യാപ്സ്യൂള്, എൻഡോടോക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പ്രോട്ടീസ്, പിന്നെ ഫാക്ടർ H ബൈൻഡിങ് പ്രോട്ടീൻ. പിന്നെ അതിന്റെ ക്ലിനിക്കൽ ഫൈൻഡിങ് മെനഞ്ചൈറ്റിസ് ആൻഡ് മെനിഞ്ചോ കോക്കീമിയ. പിന്നെ വാട്ടർ ഹൗസ് ഫ്രൈഡർ സെൽ സിൻഡ്രോം ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇതൊരു ലൈഫ് ത്രെട്ടണിങ് ഫോം ഓഫ് മെനിഞ്ചോ കോക്കീമിയാണ് ഈ വാട്ടർ ഹൗസ് എന്ന് പറയുന്നത്. ഹൈ ഫീവർ, ഷോക്ക്, വൈഡ് സ്പ്രെഡ് പെർപ്യൂറ, DIC, ത്രോംബോസൈറ്റോപീനിയ, അഡ്രിനൽ ഇൻസഫിഷ്യൻസി, അതുപോലെ തന്നെ ബാക്ടീരീമിയ. ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ലാബ് ഡയഗ്നോസിസ്, സ്മിയർ, കൾച്ചർ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നോക്കിയിരുന്നു. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് നെസേറിയ ഗൊണോറിയ. ഇത് നമ്മൾ വേറൊരു പേരാണ് ഗോണോകോക്കസ്. എന്താടാ?
ഗോണോകോക്കസ്. അപ്പൊ കോക്കസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ബെറി പോലെ സ്പെറിക്കൽ ആയിട്ടുള്ള ഷേപ്പിലാണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ആ സെയിം ആയിട്ടുള്ള നെസേരിയയുടെ കാര്യങ്ങളൊക്കെ എഴുതാം. ഇതിന്റെ ഡിസീസസ് വരുന്നത് ഗോണോറിയ, നിയോനാറ്റൽ കഞ്ചക്ടിവൈറ്റിസ്, അതൊരു ഒഫ്താൽമിക് നിയോനാട്രോം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് PID. അപ്പൊ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഗോണോറിയയുടെ ഇതാണ്, ആൻഡ് നിയോനാറ്റൽ കഞ്ചക്ടിവൈറ്റിസ് ഇതാണ്, അല്ലെങ്കിൽ ഒഫ്താൽമിക് നിയോനാട്രോം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഓക്കെ, 3 ടൈപ്പ് ഡിസീസ് ആണ് വരുന്നത്: ഗോണോറിയ, നിയോനാറ്റൽ കഞ്ചക്ടിവൈറ്റിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പൊ അതാണ്. ഇനി അതിന്റെ പാത്തോജനസിസ് ആൻഡ് എപ്പിഡമോളജി ആണ്. കോസ് ഡിസീസ് ഓൺലി ഇൻ ഹ്യൂമൻ, അതായത് ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് ഈ ഒരു ഗോണോകോക്കെ എന്നത് ഡിസീസ് കോസ് ചെയ്യത്തുള്ളൂ. ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? യൂഷ്വലി ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷുവലി. എന്താണ്? സെക്ഷുവലി വഴിയാണ് ഇത് യൂഷ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ന്യൂബോൺ ഈസ് ഇൻഫെക്റ്റഡ് ഡ്യൂറിങ് ബർത്ത്. അപ്പൊ ന്യൂബോൺ എപ്പോഴാണ് ഇൻഫെക്ട് ചെയ്യുന്നത്? ബർത്ത്. ഇൻഫെക്റ്റഡ് ഡ്യൂറിങ് ബർത്ത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? കോസ് ഡിസീസ് ഓൺലി ടു ഹ്യൂമൻസ്. ഹ്യൂമൻ ബീങ്സിന് മാത്രം ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ കോക്കയാണ് യൂഷ്വലി ട്രാൻസ്മിറ്റഡ് സെക്ഷുവലി. ന്യൂബോണിന് ഈ ഒരു കഞ്ചക്ടിവൈറ്റിസ് അല്ലെങ്കിൽ ഒഫ്താൽമിക് നിയോനാട്രം വരുന്നത് ബർത്തിന്റെ സമയത്താണ്. സിംറ്റമാറ്റിക് ഇൻ മെൻ ആൻഡ് അസിംറ്റമാറ്റിക് ഇൻ വുമൺ. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. മെന്നിന്റെ കേസിൽ എന്താടാ? അത് സിംറ്റമാറ്റിക് ആണ്. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. സിംറ്റമാറ്റിക് ഓക്കെ, ഇത് ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയതാണ്. സിംറ്റമാറ്റിക് ഇൻ മെൻ ആൻഡ് അസിംറ്റമാറ്റിക് ഇൻ വുമൺ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പൈലി അല്ലെങ്കിൽ പെള്ളി എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിറുലൻസ് ഫാക്ടർ ആണ്. മീഡിയറ്റ് അറ്റാച്ച്മെന്റ് ടു മ്യൂക്കോസൽ സെൽ സർഫസ്, ആന്റിഫൈഗോസൈറ്റോട്ടിക്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഫാഗോസൈറ്റോസിസ്, ഇതിനെ പെട്ടെന്ന് അങ്ങനെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിന് പെള്ളിയുണ്ട്. കാരണം അതെന്താണ്? നമുക്ക് മ്യൂക്കോസൽ സെൽ സർഫസിലൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന് ക്യാപ്സ്യൂൾ ഇല്ല. ഓക്കെ, മറ്റേ നമ്മുടെ നെസേറിയ മെനഞ്ചൈറ്റിഡിസിന് ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ഹോസ്റ്റ് ഡിഫൻസ് എഗൈൻസ്റ്റ് ഗോണോകോക്കെ എന്ന് പറയുന്നത് IgA, IgG ആൻഡ് കോംപ്ലിമെന്റ് IgA, കോംപ്ലിമെന്റ് ആൻഡ് ന്യൂട്രോഫിൽ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഹോസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത്. അതായത് ഇതിനെതിരെയായിട്ട് ഗോണോകോക്കെ വരാതിരിക്കാൻ വേണ്ടി മെയിൻ ഹോസ്റ്റ് ഡിഫൻസ് ഏതൊക്കെയാണ്? IgA, IgG, കോംപ്ലിമെന്റ് ആൻഡ് ന്യൂട്രോഫിൽ. അപ്പോൾ ഇത് ഹ്യൂമൻ ബീങ്സിന് മാത്രം വരുന്ന ഒരു ഡിസീസ് ആണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യും. ന്യൂബോൺസിന് ഇത് ബർത്തിന്റെ സമയത്താണ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ മെൻസിന്, അതായത് ആണുങ്ങൾക്ക് സിംറ്റംസ് കാണിക്കും, ആൻഡ് യൂഷ്വലി വുമൻസിന് സിംറ്റംസ് കാണിക്കത്തില്ല. ആൻഡ് പൈലി എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടാണ്. പൈലി എന്ന് പറയുന്നത് അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിറുലൻസ് ഫാക്ടർ ആണ്. കാരണം ഇതിന്റെ ഒരു വിറുലൻസ് എന്താണെന്നറിയാലോ? ഡിസീസ് കോസ് ചെയ്യാൻ അതിനെയാണ് നമ്മൾ വിറുലൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്യാൻ ഈ പൈലിയും കൊണ്ട് എളുപ്പമാണ്. പിന്നെ ഇതിന് ക്യാപ്സ്യൂൾ ഇല്ല. പിന്നെ ഈ ഒരു ഇതിനെതിരെയായിട്ടുള്ള ഡിഫൻസ് ആണ് IgA, IgG. ഇതൊക്കെ എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ഓക്കെ, ഇനിയുള്ളതാണ് അതിന്റെ ക്ലിനിക്കൽ ഫൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ, അതിന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ഇൻ ജെനൈറ്റൽ ട്രാക്ട്. അതായത് ജെനൈറ്റൽ ട്രാക്റ്റിൽ ലോക്കലൈസ്ഡ് എന്ന് പറയുമ്പോൾ ജനറലൈസ്ഡ് എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം ആണ് ലോക്കലൈസ്ഡ് എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഹോൾ ഓവർ ബോഡി. ഓക്കെ, പിന്നെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. ഡിസെമിനേറ്റഡ് വിത്ത് സീഡിങ് ഓഫ് വേരിയസ് ഓർഗൻ വയ ബ്ലഡ് സ്ട്രീം. ഓക്കെ, ഇത് പല സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏത് വഴി? ബ്ലഡ് വഴി പല ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏത് വഴി? ബ്ലഡ് വഴി. അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗോണോറിയ നോക്കാം. മെന്നില് അതെന്തൊക്കെ ഉണ്ടാവും? യൂറത്രൈറ്റിസ്,
ഇൻഫ്ലമേഷൻ ഓഫ് യൂറത്ര, ഡിസ്യൂറിയ, പ്യൂറുലൻ ഡിസ്ചാർജ്, അതുപോലെ തന്നെ എപ്പിഡെഡിമൈറ്റിസ് മേ ഒക്കർ. ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ മെന്നിന് യൂഷ്വലി ഉണ്ടാകുന്ന യൂറത്രൈറ്റിസ്, ഡിസ്യൂറിയ, പ്യൂറുലൻ ഡിസ്ചാർജ്, എപ്പിഡെഡിമൈറ്റിസ് മേ ഒക്കർ. ഓക്കെ, വുമണിനാണെങ്കിൽ എന്താ, എൻഡോ സെർവിക്സ് ഉണ്ടാവും, പ്യൂറുലൻ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവും, പിന്നെ ഇന്റർമെൻസ്ട്രൽ വേഡിങ് സെർവിസൈറ്റിസ് ഉണ്ടാവും. അതുപോലെ തന്നെ അസെൻഡിങ് ഇൻഫെക്ഷൻ ടു യൂട്രൈൻ ട്യൂബ്, സാൽപിഞ്ചൈറ്റിസ്, PID, പിന്നെ റിസൾട്ട് ഇൻ സ്റ്റെറിലിറ്റി ആൻഡ് എക്ടോപിക് പ്രഗ്നൻസി. സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ വന്നാൽ പ്രസവിക്കാനായിട്ട് കഴിയില്ല. എക്ടോപിക് പ്രഗ്നൻസി എന്താണെന്ന് അറിയൂടാ, അതായത് നമ്മള് ഈ ഓവവും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഇത് ആക്ച്വലി എന്താണ്, ഈ ഫലോപ്പിയൻ ട്യൂബ് വഴിയാണ് നമ്മുടെ യൂട്രസിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. ഈ ഒരു കേസസിൽ ഈ ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ ആ ഒരു സൈഗോട്ട് ഇരിക്കും, ഒരിക്കലും യൂട്രസിൽ വന്ന് അറ്റാച്ച് ചെയ്യില്ല. അങ്ങനെ നമുക്ക് ഈ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഏകദേശം ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബേബി ബേബി ആയിട്ടില്ല, ഒരു എംബ്രിയോ ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് മെച്ചുവർ ആയി കഴിയുമ്പോഴാണല്ലോടാ യൂട്രസിൽ ഫിറ്റ് ചെയ്യണ്ടേ. അങ്ങനെ വരുമ്പോൾ അത് പറ്റാതെ ആ ഒരു എംബ്രിയോ അവിടെ നിന്ന് ചത്തുപോകാനായിട്ടുള്ള ചാൻസ് അല്ല, അതാണ് എക്ടോപിക് പ്രഗ്നൻസി. കുഞ്ഞുങ്ങൾ ട്യൂബിലായി യൂട്രസിലേക്ക് എംബഡ് ആവുന്നില്ല, അതൊക്കെയാണ് ഇതിന്റെ കേസസ് എന്ന് പറയുന്നത്. പിന്നെ DGIs, ആർത്രൈറ്റിസ്, ടിനോസൈനുവൈറ്റിസ്, പെസ്റ്റ്യൂൾസ് ഇൻ സ്കിൻ, ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ കോമൺ കോസ് ഓഫ് സെപ്റ്റിക് ആർത്രൈറ്റിസ് ഇൻ സെക്ഷലി ആക്റ്റീവ് അഡൾട്ട്സ് ആൻഡ് അതർ ഇൻഫെക്റ്റഡ് സൈറ്റ് ഇൻക്ലൂഡ് അനോറെക്ടൽ ഏരിയ, ത്രോട്ട്, അതായത് ഫാരഞ്ചൈറ്റിസ്, ഐ പോറുലന്റ് കൺജക്റ്റിവൈറ്റിസ്. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനിയുള്ളതാണ് ലാബ് ഡയഗ്നോസിസ്. ഇത് റെയർലി ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഈസിയാണ്. അപ്പൊ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് സ്റ്റെയിനിങ്, കൾച്ചർ ഓഫ് ഡിസ്ചാർജ്, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ജസ്റ്റ് ഇതിന്റെ ടെസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ജസ്റ്റ് എന്താണ്, ഇവിടെ ഫസ്റ്റ് നമ്മൾ ലൈസിസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തു, പിന്നെ അതിനെ പ്യൂരിഫിക്കേഷൻ ചെയ്തു, ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ അതിനെ ഡിക്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അതായത് വേറെ ഒന്നുമില്ല. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സോൺ എന്ന് പറയുന്നതാണ്. പിന്നെ അത് അൺകോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം പിന്നെ ഉള്ളതാണ് ജെൻഡാമൈസിനും അസിത്രോമൈസിനും കൂടെ അതായത് പെനിൻസിലിൻ ആണ് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ പെനിൻസിലിൻ യൂഷ്വലി എല്ലാവരും റെസിസ്റ്റന്റ് ആണ്. നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടിന്യൂസ് യൂസ് വഴി. അപ്പൊ ജെൻഡാമൈസിനും അസിത്രോമൈസിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ അത്രേ ഉള്ളൂ നമ്മുടെ നെസേറിയ ഗോണോറിയ എന്ന് പറയുന്നത്, ജീനോകോക്കസ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാൻ ഇങ്ങനെ വെച്ച് തരാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെങ്കു വൈറസ് ആണ്. അപ്പൊ നമുക്ക് ഡെങ്കു വൈറസ് ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇത് സിമ്പിൾ ആണ്, ഇത് റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഡെങ്കു വൈറസ് ആണ്. അപ്പൊ ഡെങ്കു വൈറസ് അല്ലെങ്കിൽ നമുക്ക് DENV ബിലോങ്സ് ടു ഫ്ലാവി വൈറസ് ജീനസ് ആൻഡ് ഫ്ലാവിവിരിഡെ ഫാമിലി. അപ്പൊ ഡെങ്കു വൈറസ് അല്ലെങ്കിൽ DNV എന്ന് പറയുന്നത് ഫ്ലാവി വൈറസ് ജീനസിൽ നിന്നും ഫ്ലാവിവിരിഡെ ഫാമിലി എന്നാണ് ഇത് മെയിൻ ആയിട്ടും ഉള്ളത്. ആൻഡ് ഇതിന്റെ മോർഫോളജിയാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് സ്മോൾ ആണ്, എൻവലപ്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എൻവലപ്പ് അറിയാലോ, എൻവലപ്പിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പോലെ സ്മോൾ ആണ്, എൻവലപ്ഡ് ആണ്, സിംഗിൾ സ്ട്രാൻഡഡ് പോസിറ്റീവ് സെൻസ് RNA വൈറസ് ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. നമ്മൾ HIV വൈറസ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതൊരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ആണ്, അല്ലെങ്കിൽ ഏകദേശം ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ അതൊരു പോസിറ്റീവ് RNA ആണ്. The virus has icosahedral nucleocapsid. Okay, icosahedral nucleocapsid surrounded by a lipid envelope with two main surface protein. അപ്പൊ ഇക്കോസഹേഡ്രൽ ന്യൂക്ലിയോകാപ്സിഡ്, ഞാൻ അതിന്റെ ഫിഗർ വെക്കാനായിട്ട് മറന്നുപോയി. നമ്മൾ HIV പഠിക്കുമ്പോഴേ ആ ഒരു ഇത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇക്കോസഹേഡ്രൽ നോക്കാം. ഇക്കോസഹേഡ്രൽ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഡെങ്കു വൈറസിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഞാൻ അറ്റാച്ച് ചെയ്യാൻ മറന്നുപോയി.
ഡെങ്കു വൈറസ്. ഓട്ടോ റൊട്ടേറ്റ് ആക്കിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് അതിന്റെ ന്യൂക്ലിയോ ക്യാപ്സിഡ്, ഇതാണ് ഇക്കോസഹൈഡ്രൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. HIV ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇക്കോസഹൈഡ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. ആൻഡ് 2 മെയിൻ സർഫസ് പ്രോട്ടീൻ ഉണ്ട്. ഏതൊക്കെയാണ്? എൻവലപ്പ് പ്രോട്ടീൻ, ഇമ്പോർട്ടൻറ്റ് ഫോർ റിസപ്റ്റർ ബൈൻഡിങ് ആൻഡ് ഫ്യൂഷൻ. പിന്നെ മെംബ്രെയിൻ പ്രോട്ടീൻ, ഇൻവോൾവ് ഇൻ വൈറസ് അസംബ്ലി. അപ്പൊ അതൊക്കെയാണ്. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക, ഡെങ്കു വൈറസ് ഫ്ലാവി വൈറസ് ജീനസ് ഫ്ലാവി ഇവരുടെ ഫാമിലിയാണ്. സ്മോൾ എൻവലപ്ഡ് ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഇതിനൊരു ഇക്കോസഹൈഡ്രൽ ന്യൂക്ലിയോ ക്യാപ്സിഡ് ഉണ്ട്, ഏകദേശം ഇതുപോലെയൊക്കെ ഉള്ള ന്യൂക്ലിയോ ക്യാപ്സിഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സർഫസ് പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ സർഫസിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഒന്ന് എൻവലപ്പ് പ്രോട്ടീൻ, ഇമ്പോർട്ടൻറ്റ് റിസപ്റ്റർ ബൈൻഡിങ് ആൻഡ് ഫ്യൂഷൻ, അതായത് നമ്മുടെ ബോഡിയിൽ വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെംബ്രെയിൻ പ്രോട്ടീൻ, അതായത് വൈറസ് എല്ലാം അസംബ്ലി ആവുന്ന ഒരു ഏരിയ. ഓക്കെ, ഇനി അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്, ഡെങ്കു വൈറസ് ഏകദേശം 4 ടൈപ്പ് ഉണ്ടടാ. ഡെങ്കു 1, ഡെങ്കു 2, ഡെങ്കു 3 ആൻഡ് ഡെങ്കു 4. അപ്പൊ 4 ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ വിത്ത് 1 serotype provides lifelong immunity against that serotype but only temporary and partial immunity to other 3. അതായത് ഇതിലെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വരത്തില്ല, പക്ഷേ ബാക്കി 3 ടെമ്പററി ആണ്. അത്രേ ഉള്ളൂ ഇവിടെ പറയുന്നത്. പിന്നെ ബയോകെമിക്കൽ റിയാക്ടിവിറ്റി ആണ് നോക്കുന്നത്. ഡെങ്കു വൈറസ് ഡു നോട്ട് പ്രൊഡ്യൂസ് സ്പെസിഫിക് എൻസൈം ലൈക്ക് ബാക്ടീരിയ. ബാക്ടീരിയയ്ക്ക് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എൻസൈംസ് ടോക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബട്ട് ഇറ്റ് ഹാസ് RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ഫോർ വൈറസ് റെപ്ലിക്കേഷൻ. അതായത് സാധാ ബാക്ടീരിയനെ പോലെ എന്താണ് പറയുന്നത്, എൻസൈംസ് ഒന്നും നമ്മുടെ ഈ ഒരു വൈറസസിന് പൊതുവെ കാണുന്നില്ല. പക്ഷെ ഇതിന് എന്താണ്, RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ഉണ്ട്. എന്താണ് ഇത്? വൈറൽ റെപ്ലിക്കേഷൻ ആണ്. നമ്മൾ HIV പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ വൈറസസിന്റെ എല്ലാ ജനറ്റിക് മെറ്റീരിയൽ RNA ആയിരിക്കും. നമ്മുടെ ബോഡിയിൽ കയറുമ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA HAയുടെ കേസിൽ DNA ആയിട്ട് മാറും. എന്നിട്ട് അത് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, പിന്നെ envelope protein undergoes conformational changes at acidic pH to facilitate membrane fusion. അതായത് നമ്മൾ സർഫസ് പ്രോട്ടീൻ പഠിച്ചായിരുന്നു, envelope പ്രോട്ടീനും ഉണ്ട്, മെംബ്രെയിൻ പ്രോട്ടീനും ഉണ്ടെന്ന്. അപ്പോൾ എന്താണ് ഇത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതായത് അസിഡിക് pH ആയിട്ട് ചേഞ്ച് ചെയ്യും, കാരണം നല്ലപോലെ നമ്മുടെ ബോഡിയിലേക്ക് ഫ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദ വൈറസ് റെപ്ലിക്കേറ്റ്സ് ഇൻ ഹോസ്റ്റ് സെൽ സൈറ്റോപ്ലാസം. നമ്മുടെ സൈറ്റോപ്ലാസം, അതായത് യൂഷ്വലി ഹോസ്റ്റ് സെൽ സൈറ്റോപ്ലാസത്തിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യും. പർട്ടിക്കുലർലി എവിടെയാണ്? മോണോസൈറ്റ്, മാക്രോഫേജ്, ഡെൻഡ്രിറ്റിക് സെൽസ്. അപ്പൊ ഒരു ഡെങ്കു വൈറസ് നമ്മുടെ ബോഡിയിൽ ചെന്നിട്ട് സൈറ്റോപ്ലാസം, മെയിൻ ആയിട്ടും മോണോസൈറ്റ്സ്, മാക്രോഫേജസ്, പിന്നെ ഡെൻഡ്രിറ്റിക് സെൽസ്. ഇനി അതിന്റെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഡെങ്കു വൈറസ് ഡു നോട്ട് ഗ്രോ ഓൺ ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ, ഈസ് ആൻ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാത്തജൻ. അപ്പൊ അത്രയും നോക്കിയാൽ മതി. അങ്ങനെ ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയയിലൊന്നും ഇത് ഗ്രോ ചെയ്യത്തില്ല. അപ്പോൾ ഒന്നുമില്ല. ഡെങ്കു വൈറസ് എന്ന് പറയുന്നത് ഫ്ലാവി വൈറസ് ജീനസ് ഫ്ലാവിവരിഡേ ഫാമിലി എന്നാണ്. ഇത് സ്മോൾ എൻവലപ്ഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് RNA ആണുള്ളത്. 2 പ്രോട്ടീൻസ് ഉണ്ട്. എൻവലപ്പ് പ്രോട്ടീൻ, അതൊരു സർഫസ് പ്രോട്ടീൻ ആണ്. മെംബ്രെയിൻ പ്രോട്ടീനും സർഫസ് പ്രോട്ടീൻ ആണ്. പിന്നെ 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് എന്ന് പറയുന്ന ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരും, പക്ഷെ ബാക്കി 3 അങ്ങനെയല്ല. പിന്നെ ബയോകെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ബാക്കി ബാക്ടീരിയനെ പോലെ എൻസൈംസ് ഒന്നുമില്ല, പക്ഷെ RNA പോളിമറൈസ് ഉണ്ട്. അതുപോലെ തന്നെ എൻവലപ്പ് പ്രോട്ടീൻ എന്താണ്, അസിഡിക് pH ആയിട്ട് pHൽ അതിന്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് ഉണ്ടാക്കും, നല്ല ഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ടും ഹോസ്റ്റ് സെൽ സൈറ്റോപ്ലാസത്തിലാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് മോണോസൈറ്റ്, മാക്രോഫേജസ്, ഡെൻഡ്രിറ്റിക് സെൽസ്. പിന്നെ ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയയിലൊന്നും ഇത് വളരത്തില്ല. പിന്നെ ഇത് വേറെ രീതിയിൽ കൾച്ചർ ചെയ്യാം. മോസ്കിറ്റോ സെൽ ലൈൻസ്, മമ്മേലിയൻ സെൽ ലൈൻസ്, ഇൻട്രാസെറിബൽ ഓക്കുലേഷൻ ഇൻ സക്കിംഗ് മൈസ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഓക്കെ, ഓർത്തിരുന്ന് എഴുതുക. പിന്നെ ലബോറട്ടറി ഡയഗ്നോസിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഡെങ്കു വൈറസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഡിറ്റക്ഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ 2 രീതിയിൽ ഇത് ഡിറ്റക്ട് ചെയ്യാം. ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ
NS1 antigen test detects non-structural protein 1 within 5 days of infection. പിന്നെ നമ്മൾ RT-PCR, ഇത് ഈ RT-PCR ആണ് നമ്മൾ COVID-19 ഒക്കെ ചെയ്യുന്നത്. ഡിറ്റക്ട്സ് വൈറൽ RNA ഇൻ ഏർലി സ്റ്റേജസ് 1 to 7 days. പിന്നെ വൈറസ് ഐസൊലേഷൻ ഇൻ മോസ്കിറ്റോ ഓർ മംബേലിയൻ സെൽസ്, ഇത് റെയർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഒരു ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്, നമുക്ക് എന്താണ് ഒരു നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, നമുക്ക് മെയിൻ ആയിട്ടും HIV-യിലും വൈറസസിനും ഒക്കെ ഇല്ലേ എന്താ പറയുന്നത്, സ്ട്രക്ചറൽ പ്രോട്ടീനും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ പ്രോട്ടീനും ഉണ്ട്. അപ്പൊ ആന്റിജൻ ടെസ്റ്റിൽ ഈ ഒരു നമുക്കൊരു 5 days ആയി ഇൻഫെക്റ്റഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോൺ സ്ട്രക്ചറൽ പ്രോട്ടീനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ PCR ടെസ്റ്റ് നമ്മൾ COVID-19 ചെയ്യുന്ന പോലെ സെയിം PCR ടെസ്റ്റ് നമ്മൾ ചെയ്യും, അത് നമുക്ക് RNA കാണാനായിട്ട് പറ്റും. പിന്നെ വൈറസ് ഐസൊലേഷൻ യൂഷ്വലി മമേലിയൻ സെൽസ് കൾച്ചേഴ്സ് ഒക്കെ വഴി നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് റെയർലി ആണ് ചെയ്യുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് IgM ELISA ഡിറ്റക്ട്സ് IgM ആന്റിബോഡീസ് ഫ്രം 5 days to week 3. ഓക്കെ, ഇനി IgG ELISA അല്ലെങ്കിൽ നിങ്ങൾക്ക് IgG ELISA അപ്പിയേഴ്സ് ലേറ്റർ ആൻഡ് പെർസിസ്റ്റ് ഫോർ മന്ത്സ് ടു അപ്പോൾ ഇത് പാസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ELISA എന്ന് വേണമെങ്കിൽ മാത്രമായിട്ട് എഴുതാം, RT-PCR എന്ന് എഴുതാം, അതുപോലെ ആൻറ്റിജൻ ടെസ്റ്റിംഗ് എഴുതാം. പിന്നെ ഹീമ അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് മെഷേഴ്സ് റൈസിങ് ആൻറ്റിബോഡി ടൈറ്റേഴ്സ്, അതായത് ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. നമുക്കറിയാം വൈറസസിന് പൊതുവേ ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല, കാരണം അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ RNA, പെട്ടെന്ന് ജനിതക മാറ്റം വേരിയേഷൻസ് സംഭവിക്കാം. പിന്നെ ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ്, IV ഫ്ലൂയിഡ് ഫോർ ഷോക്ക് പ്രിവെൻഷൻ ഇൻ സീവിയർ കേസസ്, ഫീവർ കൺട്രോൾ, പാരസെറ്റമോള്, പിന്നെ നോൺ സ്റ്റിറോയിഡൽ ആസ്പിരിൻ, ഇബ്യൂപ്രോഫൻ ഒക്കെ കൊടുക്കാം. ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഡെങ്കു വാക്സിൻസ് ഇതൊക്കെ നമുക്ക് നോക്കാം. CYD, TDV, ഡെങ്കു വാക്സിയ അപ്രൂവ്ഡ് ഇൻ സം കൺട്രീസ് ബട്ട് റെക്കമെൻഡഡ് ഓൺലി ഫോർ ഇൻഡിവിജ്വൽസ് പ്രീവിയസ്ലി എക്സ്പോസ് ടു ഡെങ്കു. പിന്നെ ന്യൂ വാക്സിൻസ് ഒക്കെ ഉണ്ട്, അത് ഡെവലപ്ഡ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ